ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് അതീവ ഗുരുതരമായി കാണണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഏകോപനമില്ലായ്മ ഭാവിയിൽ വലിയ പ്രശ്നത്തിലേക്ക് കടക്കുമെന്നും ടി.പി. ഷാജി പറഞ്ഞു. ഇക്കാര്യം താലൂക്ക് വികസന സമിതികളിലും ടി.പി. ഷാജി ഉന്നയിച്ചിരുന്നു. 1.5 മീറ്റർ താഴ്ചയിലാണ് പൈപ്പുകൾ സ്ഥാപിക്കേണ്ടത്. 80 സെന്റിമീറ്റർ താഴ്ചയിലാണ് ഡ്രൈനേജ് നിർമ്മാണം നടത്തേണ്ടത്. എന്നാൽ പലയിടങ്ങളിലും വേണ്ടത്ര ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തതിനാൽ ഡ്രൈനേജിന് തൊട്ട് താഴെയായിട്ടാണ് പൈപ്പുകൾ വരുന്നത്. ഭാവിയിൽ പൈപ്പ് പൊട്ടിയാൽ ശരിയാക്കാൻ ഡ്രൈനേജ് പൊളിക്കേണ്ടി വരും. അങ്ങനെ സാഹചര്യമുണ്ടായാൽ ഡ്രൈനേജിന്റെ മലിനജലം കുടിവെള്ളത്തിൽ കലരുന്ന അവസ്ഥയുണ്ടാകുമെന്നും ടി.പി. ഷാജി പറഞ്ഞു. അതിനോട് ചേർന്ന് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടൽ പ്രവൃത്തിയും നടന്നു വരുന്നുണ്ട്. ഈ പൈപ്പിടൽ പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇതിന്റെ പ്രവർത്തനത്തിൽ ഒരു ഏകോപനത്തിന്റെ ഒരു പോരായ്മ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പല സമയത്തും. അതായത് 1.5 മീറ്റർ താഴ്ചയിലാണ് പൈപ്പിടൽ കരാറ് നൽകിയിട്ടുള്ളത്. അതേസമയം 80 സെന്റിമീറ്റർ താഴ്ചയിലാണ് ഡ്രെയിനേജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നക്ഷത്ര ഹോട്ടലിന് സമീപം 80 സെന്റിമീറ്റർ താഴ്ത്തുന്നതോടുകൂടി തന്നെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കാണാനിടയായിട്ടുണ്ട്. മാത്രമല്ല പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ നേരത്തെ പൈപ്പിടലിന് നേതൃത്വം നൽകിയ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ 1.5 മീറ്ററിന് പകരം 80 സെന്റിമീറ്ററിലാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഡ്രെയിനേജിന്റെ അടിയിലാണ് പല ഭാഗത്തും പൈപ്പ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നാൽ ഒന്ന് ഡ്രെയിനേജ് പൊളിക്കേണ്ട ഒരു സാഹചര്യം, രണ്ടാമത് ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജിൽ നിന്നുള്ള അഴുക്ക് വെള്ളം കുടിവെള്ളത്തിലേക്ക് കലരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പൊ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് പട്ടാമ്പി നഗരത്തിലെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ആയതുകൊണ്ട് തന്നെ നഗരസഭ അതിൽ അടിയന്തരമായി ജില്ലാ കലക്ടറോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനോട് ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.